അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു വീഡിയോ ചെയ്യണേ. പിന്നെ വീഡിയോസൊക്കെ ഉണ്ടാകും കേട്ടോ. എപ്പോഴും പറയണ മാതിരിയല്ല, നമ്മൾ ജോലി തിരക്കിലായിരുന്നു. അപ്പം ഞാനിപ്പോൾ ജോലി നിങ്ങോട്ട് പോന്നു, വീട്ടിലിരുന്ന് ഉള്ള കാര്യങ്ങൾ ചെയ്യാമെന്നിരുന്നു. അപ്പം നമ്മൾ ഓൺലൈനായിട്ടുള്ള പരിപാടികളൊക്കെ നോക്കണുണ്ട്. അപ്പം അതിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഇന്നൊരു ഏറ്റവും സിമ്പിളായിട്ട് ഒരു നൈറ്റിയാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ഈ നൈറ്റി 44 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരാൾക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നൊന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നൈറ്റി തുണി എങ്ങനെയാണ് മടക്കണേന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു പീസ് നിങ്ങൾ നൈറ്റിയുടെ തുണിയാണെന്നൊന്ന് സങ്കല്പിക്കുക. കണ്ട, രണ്ട് രീതിയിൽ നമുക്ക് മടക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ നൈറ്റി തുണി ഇതുപോലെ വട്ടത്തിലൊന്ന് മടക്കിയതിന് ശേഷം അപ്പോൾ ഇത് ഇങ്ങനെ മടക്കി, കണ്ടോ, ഇങ്ങോട്ട് മടക്കി, അത് കഴിഞ്ഞ് ഇങ്ങനെ മടക്കുമ്പോൾ ഈ സൈഡ് ഫോൾഡ് ഭാഗമാണ് 4 പീസ്, അതുപോലെ ഈ താഴെ വശവും ഫോൾഡ് ഭാഗമാണ് 4 പീസ് ഉണ്ട്. ഇവിടെ ഫോൾഡ് അല്ലാത്ത ഭാഗമാണ് മോള് വശം. ഇവിടെ ഉണ്ടാക്കി മടക്കേൻ്റെ 2 ഫോൾഡ് വന്ന വശമാണ്. ഞാൻ നിൽക്കുന്നത് ഫുള്ള് ഫോൾഡായ ഭാഗത്താണ്. ഇനി ഈ നൈറ്റി തുണി ഇങ്ങനെ മടക്കാം, ഇതുപോലെ മടക്കാം. കണ്ടോ, മടക്കിയിട്ട് നമുക്ക് ഇങ്ങനെ മടക്കാം. അപ്പോഴും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇവിടെ ഈ മോൾ വശത്ത് ഒറ്റ ഫോൾഡിങ് ആണ് വരണത്. ഇവിടെ 4 ഫോൾഡായ ഭാഗവും താഴെ ഫോൾഡായ ഭാഗവും, ഇപ്പം ഈ സൈഡ് 2 ഫോൾഡിങ് ആയ 2 മടക്കിൻ്റെ ഭാഗമാണ് വരണത്. അപ്പം ഇതുപോലെ ഞാൻ ഈ നൈറ്റി തുണി ഒന്ന് മടക്കിയിടാം. അപ്പം ഞാൻ XXL നൈറ്റിയാണ് വെട്ടണത്. അപ്പം ഷോൾഡറിൻ്റെ അളവെന്ന് പറയുമ്പോൾ 17 ഇഞ്ചാണ് കേട്ടോ. 17 ഇഞ്ചാണ്. അപ്പോൾ 17 ഇഞ്ചെന്ന് പറയുമ്പോൾ അതിനെ 2 ആക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടണേന്നൊന്ന് നോക്കുക. 17 ഇഞ്ചിനെ നമ്മൾ 2 ഭാഗം നോക്കുമ്പോൾ നമുക്ക് കിട്ടണത് എത്രയാണ്? 8.5. അപ്പം ഞാൻ ആദ്യം ചെയ്യണത് ഷോൾഡറിൻ്റെ ആ 8.5 ഞാനൊന്ന് മാർക്ക് ചെയ്യണേന് കേട്ടോ. കണ്ടോ, മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യണത്, അപ്പോൾ ഇതാണ് നമ്മുടെ ഷോൾഡറിൻ്റെ അളവ്. ഇവിടെ നിന്നാണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വരണത്. ഇനി നമ്മളിവിടെ ചെയ്യണത് ശ്രദ്ധിച്ച് നിൽക്കണം കേട്ടോ. നെക്കിൻ്റെ അളവ് നമ്മൾ കൊടുക്കണത് 3 ഇഞ്ചാണ്. നെക്കിൻ്റെ അളവ് നമ്മൾ വൈഡ് കൊടുക്കണത് 3 ഇഞ്ച്. അതുപോലെ ഫ്രണ്ട് നെക്ക് നമ്മൾ 6 ഇഞ്ചാണ് എടുക്കുന്നത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോയി കഴിഞ്ഞിട്ട് നമുക്ക് 5.5 ഇഞ്ച് കിട്ടും. അപ്പോൾ 6 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. താഴേക്ക് ഇതുപോലെ 3 ഇഞ്ചൊന്ന് വരക്കുക. ഇതിൽ ഈ യോക്കിൻ്റെ ഭാഗത്ത് മാത്രമേ നമുക്ക് പണിയുള്ളൂ. താഴത്തോട്ട് നൈറ്റിക്ക് ഒരു പണിയുമില്ല. സ്കേർട്ടിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്ക് അതിലൊരു പണിയുമില്ല. അതിന് ഞാൻ ഇതൊരു ബോക്സ് ആയിട്ട് വരച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ വരയാ ചെറിയൊരു വ്യത്യാസം വന്നിട്ട് കറക്റ്റായിട്ട് വരക്കണുണ്ട് കേട്ടോ. അപ്പം 3 ഇഞ്ച് വൈഡും 3 ഇഞ്ച് ലെങ്ത്തും ഞാനിതിലേക്ക് കൊടുത്തിട്ടുണ്ട് നെക്കിന്. ഇനി ബാക്ക് നെക്ക് നമ്മൾ 4.5 കൊടുക്കണത്. നല്ല വണ്ണമുള്ള ആൾക്കാർക്ക് എപ്പോഴും ബാക്ക് ഒന്ന് വൈഡായിട്ടിരിക്കണേട്ട ഭംഗി, അല്ലെങ്കിൽ ഇടിമ്പിച്ച മാതിരി ഇരിക്കും. അപ്പോൾ 4.5 മതി. ഞാൻ 4 മതി. ഞാൻ 4.5 എടുക്കണുണ്ട്. കണ്ടോ, എന്നിട്ട് ആ ഒരു വരയും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് വരക്കണുണ്ട്. അപ്പം നമ്മളുടെ ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ ഞാൻ വരച്ചിട്ടുണ്ട് ലെങ്ത്തും വൈഡും. ബാക്ക് ഞാൻ കൊടുക്കണത് ഒരു ചെറിയ യു ആണ്. കണ്ട, ഫ്രണ്ട് നമുക്ക് ഏതും കൊടുക്കുക. അതുകൊണ്ട് ഞാൻ ബാക്കിലെ വരച്ചിട്ടുള്ളൂ, ഫ്രണ്ടിലെ നെക്ക് വരച്ചിട്ടില്ല. കാരണം യു വേണ്ട എന്ന് കരുതിയിട്ട്. ഇനി നമ്മൾ ഈ 8 ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഷോൾഡർ കൊടുത്തേക്കണ 8.5 ഇഞ്ചല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഷോൾഡറിൻ്റെ കൊടുത്തേക്കണ ആ ഭാഗത്ത് നിന്ന് നമ്മുടെ സ്ലീവ് കുഴിച്ചു വെട്ടില്ലേ, കശക്കുഴിയുടെ അവിടുത്തെ, അത് 8 എന്നുള്ളത് 9 കൊടുക്കണം. 8 എന്നുള്ളത് നമ്മൾ 9 കൊടുക്കണം. 1/2 ഇഞ്ച് 8.5 എന്നുള്ളത് 9 കൊടുക്കണം. 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. കണ്ടോ, വര നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല. അപ്പോൾ വണ്ണം കൂടിയ XXL എന്ന് പറയുമ്പോൾ നമ്മുടെക്ക് ഇവിടെ ഒരു വര ഉണ്ടല്ലോ, അതായത് നമ്മൾ ഇവിടത്തേക്ക് കുഴിച്ചു വെട്ടുന്നു ഈ വര, ഇവിടേക്ക് നമ്മൾ
വണ്ണമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 3 ഇഞ്ച് ഞാൻ കൊടുക്കണുണ്ട്. 3 ഇഞ്ച് ഞാൻ ഇതുപോലെ കൊടുക്കണുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഇതൊന്ന് ഇതിൻ്റെ പാതിക്കുന്ന നമ്മൾ ഇതൊന്ന് ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഒന്ന് ശരിച്ച് ഈ 3ലേക്ക് കയറ്റി. കണ്ടോ, 3ലേക്ക് കയറ്റി. ഇവിടെ ഇത്രയോ പണിയുള്ളൂ. ഇനി നമുക്ക് കൈയുടെ വണ്ണം, അതായത് ഇവിടെ നിന്ന് നമുക്ക് ഇനി കൈയുടെ ഇറക്കം എത്ര ഉണ്ടോയെന്ന് നോക്കാം. അപ്പം നമ്മൾക്ക് 8.25 ഇഞ്ച് കിട്ടുള്ളൂ. അപ്പോൾ 8.25 ഇഞ്ച് നമുക്ക് അതുള്ളൂ. പിന്നെ തേര് മടക്കി അടിക്കണമെന്നുണ്ടെങ്കിൽ മടക്കി അടിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ. നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കൈയുടെ വണ്ണം 2 ആക്കുമ്പോൾ 7 ഇഞ്ച് വരണുണ്ട്. ഞാൻ 8 ഇഞ്ച് എടുക്കണുണ്ട് കേട്ടോ. കണ്ടോ, കൈക്ക് വണ്ണമുള്ള ആളാണ്. 8 ഇഞ്ച് എടുത്തു. പിന്നെ ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ നിന്ന് എത്രയാണ് കിട്ടിയത്? സ്ലീവിൻ്റെ 8.25. അപ്പോൾ ഇത് തന്നെ നമ്മൾ ഒന്ന് നീട്ടിങ്ങനെ വരച്ചിട്ടുണ്ട്. കറക്റ്റ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൈക്ക് നമ്മളൊന്ന് കുഴിച്ച് വെട്ടും ഇല്ലേ? കുഴിച്ച് വെട്ടുമ്പോൾ നമുക്ക് എത്ര 3.5 ഞാനിതൊന്ന് കുഴിച്ച് വെട്ടണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടി. കണ്ടോ, 3.5. ഇനി നമ്മളിത് ഇതേ വണ്ണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ കണ്ടോ 8 എടുത്തേക്കണത് കേട്ടോ. 1 ഇഞ്ച് 1/2 ഇഞ്ച് തയ്യൽ തുമ്പേ പോകുള്ളൂ. 8 എടുത്തേക്കണത്. അണ്ടേ ഈ വര ഒന്ന് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ വര. അണ്ട് ഇവിടെ നിന്ന് നമ്മുടെ സ്ലീവ് എങ്ങനെയാണോ വരണത് അതൊന്ന് വരച്ചു കൊടുക്കുക. കണ്ട, സ്ലീവ് വരുന്ന രീതിയിൽ നമ്മളിതൊന്ന് വരച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ ഒരു പ്രധാനം യോക്കാണ്. യോക്ക് എന്ന് പറയുമ്പോൾ മോളിൽ നിന്ന് നമുക്കൊരു 10 ഇഞ്ചോ 10.5 ഇഞ്ചോ 12 ഇഞ്ച് വരെയും കൊടുക്കാം കേട്ടോ. 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് പോകും 10 ഇഞ്ചാകുമ്പോൾ. അപ്പോൾ ഞാൻ പൊക്കക്കുറവുണ്ട്, വണ്ണമുണ്ട്, 10.5 ഇഞ്ചാണ് എടുക്കണത്. അത് 11 ഇഞ്ച് വരെ നമുക്ക് എടുക്കാൻ. ഞാൻ 10 ഇഞ്ചാണ് എടുക്കണത്. ആ 10 ഇഞ്ച് ഞാൻ ഈ സൈഡിലും കൊണ്ടുവന്ന് ഈ 10.5 ഇഞ്ചാണ് നമ്മൾ എടുത്തത്. ആ 10.5 ഞാൻ ഇവിടെയും വരക്കണുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഇടക്കും കൂടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ആ 10.5 ഞാനൊന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കണുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ 1-2 പ്രാവശ്യം ഒന്ന് കണ്ടാൽ നിങ്ങൾക്കിത് മനസ്സിലാവും. കണ്ടോ, അത് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു വരകൾ. ഇത്രയേ ഉള്ളൂ ഇവിടെ. കണ്ടോ, ഇത് നമ്മുടെ ഷോൾഡർ ഭാഗമാണ്. ഇത് നെക്ക്. ഇത് നമ്മുടെ കശക്കുഴിയുടെ അവിടെയാണ്. അവിടെ തന്നെയാണ് നമുക്ക് സ്ലീവും വന്നേക്കണത്. മനസ്സിലായില്ലേ? ഇനി ഈ സ്ലീവ് ഞാനിങ്ങനെ അളന്ന് നോക്കാറുണ്ട്. മിക്കവാറും നൈറ്റിക്ക് അങ്ങനെ അളന്ന് നോക്കേണ്ട കാര്യമില്ല. കണ്ട, 11 ഇഞ്ചുണ്ട്. ഇതിപ്പോൾ അളന്ന് നോക്കേണ്ട കാര്യമില്ല കേട്ടോ. കണ്ട, ഇതും 11 ഇഞ്ച് നമുക്ക് കിട്ടണുണ്ട് ഇവിടെ. കണ്ടോ, അപ്പോൾ നമുക്ക് കറക്റ്റായല്ല. ഇനി നമ്മളിതൊന്ന് ഇത്രയും ഭാഗം നമ്മളൊന്ന് അപ്പോൾ കട്ട് ചെയ്യാൻ വരട്ടെ. ഒരു കാര്യം കൂടി പറയേണ്ടത്, ഈ വീഡിയോ എടുത്തിട്ട് ലോങ് വീഡിയോ എടുത്തിട്ട് കുറേ എനിക്കൊരു കൺഫ്യൂഷൻ. അതാണ് ഞാൻ നിൽക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമുക്ക് ഈ യോക്കിൻ്റെ ഭാഗം ഒന്ന് റൗണ്ടാക്കി കൊടുക്കണം. അത് ചെയ്യണത് നമ്മുടെ ഈ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നിർത്തിയേക്കണം. ഈ ഒരു വശം ഉണ്ടല്ലോ, കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ട. അത് ശരിക്കും ഒരു ഇതുപോലെ വരാം, അല്ലെങ്കിൽ നല്ല ഉരുട്ടി ഇങ്ങനെ റൗണ്ട് പോലെ ആവാം. ഇത് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് വരച്ചു. ഇനിയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ സ്ലീവാണ് കട്ട് ചെയ്ത് മാറ്റണത്. ഇതിൻ്റെ ഇടയിൽ ആകെ കുറച്ച് തുണിയേ വരണുള്ളൂ. അപ്പോൾ ആ തുണി നമ്മൾ എന്ത് ചെയ്യണം? ഒട്ടും കളയാതെ തന്നെ എടുക്കണം. സ്ലീവ് കട്ട് ചെയ്ത് മാറ്റി. കണ്ടോ, ഇനി നമ്മുടെ ഇതുണ്ടല്ലോ, ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇത്രയേ ഉള്ളൂ ഇവിടെ. അതിനുശേഷം നമ്മൾ ഇതും ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. യോക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കും.
അപ്പോൾ ഇതിൽ പറഞ്ഞ ഈ ഒരു പീസൊക്കെ ഒന്നും നമ്മൾ കളയരുത് കേട്ടോ. കണ്ടോ? ഇനി ഇത് നമ്മളിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഇതിനൊന്ന് രണ്ടാക്കി എടുക്കുകയാണ്. അതായത് ഈ ബാക്കും ഫ്രണ്ടും രണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിനൊക്കെ ഞാൻ നമ്മുടെ ക്യാൻവാസ് വെച്ചിട്ടാണ് അടിക്കണത്. അതുകൊണ്ടാണ് ഫ്രണ്ടിനൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കാത്തത്. ഇതിൽ ഞാൻ ഫ്രണ്ട് നെക്കിനെ ഇങ്ങോട്ട് മാറ്റി ബാക്ക് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഷോൾഡറും താഴെ വശമൊക്കെ ഭംഗിയായിട്ട് തന്നെ ഒപ്പം വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ? അപ്പം ഇതിൻ്റെ ഇതും കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യണതെന്ന് വെച്ചാൽ കണ്ടോ, ഈ ഒരു പീസ് ഈ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ യോക്കിൻ്റെ ഒരു ഭാഗം കൊടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടോ? എന്നിട്ട് ഇതൊന്നും 1/2 ഇഞ്ച് താത്തിയിട്ട് വെക്കുക. മുകളിലത്തെ തയ്യൽ തുമ്പ് കളഞ്ഞിട്ട് വെക്കണം. കണ്ടോ? എന്നിട്ട് അതിങ്ങനെ ഒന്ന് വെച്ച് നോക്കിക്കേ. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തോരം വേണം, ഇവിടെ പോരായിക വേണം. ഇവിടെ പോരായിക വന്നിട്ടില്ല, കാരണം കുറച്ചേ പോരായിക വന്നിട്ടുള്ളൂ. അപ്പോൾ അത് എത്രയാണെന്നൊന്ന് നോക്കാം നമുക്ക്. എനിക്കൊരു 1.5 ഇഞ്ച് മതി. എന്നിട്ട് ഇതങ്ങോട്ടൊന്ന് നീക്കിയിടാം. നീക്കിയിട്ടിട്ട് ഇത് കണ്ടോ? അപ്പോൾ 1.5 ഇഞ്ച് മതി എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇത്ര ഇറക്കം വേണ്ട ഡബിൾ എക്സലിന്. കണ്ടോ? നോക്കിക്കോട്ടെ, ശ്രദ്ധിച്ച് നോക്കണേ. 1.5 ഇഞ്ച് മതി. ഡബിൾ എക്സലല്ലേ, അപ്പോൾ ആ വ്യത്യാസങ്ങൾ വരും. കണ്ടോ? എന്നിട്ട് നമ്മളിത് എന്ത് ചെയ്യണമെന്നറിയാമോ? ഒന്നും ഈ ഇതുപോലെ നമ്മുടെ ആ കൈക്കുഴി വരക്കൂല, അതുപോലെ തന്നെ വരക്കുക. വരച്ചതിന് ശേഷം കണ്ടോ? പിന്നെ നമ്മൾ അതവിടെ നിപ്പുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ചരിച്ച് എടുക്കണം. അപ്പം ഞാനിവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ചരിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യം ഞാൻ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് വെട്ടണേ കേട്ടോ. ചരിച്ചു കട്ട് ചെയ്തെടുത്തു. കണ്ടോ? അതിനുശേഷം ഞാൻ ഈ ഒരു പീസ് ഉണ്ടല്ലോ, കണ്ടോ? ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? കട്ട് ചെയ്ത് കൊടുത്തു. ഇനി എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മളുടെ ഈ നൈറ്റിയുടെ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ലെങ്ത്ത് ഞാൻ ഫുള്ള് എടുക്കണുണ്ട് കേട്ടോ. ഈ ലെങ്ത്ത് ഞാൻ ഫുള്ള് എടുക്കണുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലെങ്ത്ത് ഒന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ബാക്കിലത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കട്ട് ചെയ്യണത്. ബാക്ക് നെക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കട്ടിങ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോകുക, ഇത് ചോദിക്കുക. ഇത് ഡബിൾ എക്സലിൻ്റെ കട്ടിങ് ആണ്. ഡബിൾ എക്സലിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഷോൾഡർ
17 ഇഞ്ച് വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കട്ടിങ്. അപ്പം ഇനി നമുക്ക് അടുത്ത ഭാഗം സ്റ്റിച്ചിങ്ങിൽ കാണാം കേട്ടോ.